ഹായ്, വെൽക്കം ടു എജു വാലി. നമ്മൾ മൈക്രോ കൺട്രോളറിൻ്റെ 2015 റിവിഷൻ ബേസ്ഡ് ആണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. സോ അതിനകത്ത് രണ്ടാമത്തെ മൊഡ്യൂളിലാണ് അഡ്രസ്സിംഗ് മോഡ്സിനെ കുറിച്ച് പറയുന്നത്. 8051 മൈക്രോ കൺട്രോളറിൻ്റെ അഡ്രസ്സിംഗ് മോഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ പിൻ ഡയഗ്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഈ ഒരു ക്ലാസ്സിനെ കാണുക കേട്ടോ. സോ 8051 മൈക്രോ കൺട്രോളറിനകത്ത് അഡ്രസ്സിംഗ് മോഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്? അഡ്രസ്സിംഗ് മോഡ് എന്താണെന്ന് അറിയണം അല്ലേ? അപ്പോൾ അഡ്രസ്സിംഗ് മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളുടെ ഒരു സിൻടാക്സിനകത്ത് എങ്ങനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്, സോഴ്സും ഡെസ്റ്റിനേഷനും ഒക്കെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു വേനെയാണ് അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിനെയാണ് അഡ്രസ്സിംഗ് മോഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ന്യൂമോണിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്ട്രക്ഷൻ കോഡ്സ് ആണ് അല്ലേ? അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കോഡ്സിനകത്ത് ആ ഒരു ഇൻസ്ട്രക്ഷൻ, ഡെസ്റ്റിനേഷൻ, സോഴ്സ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ എങ്ങനെയാണ് നമ്മളുടെ കണ്ടന്റുകൾ അല്ലെങ്കിൽ ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു വേനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുക. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് എയിലും പാർട്ട് ബിയിലും പാർട്ട് സിയിലൊക്കെ എഴുതാൻ പറ്റുന്ന മോഡിൽ വരെ 2 മാർക്ക് തൊട്ട് 15 മാർക്കിൽ വരെ കാണുന്ന ഭാഗമാണ്. 2 മാർക്കിൽ അഡ്രസ്സിംഗ് മോഡ് എന്താണെന്ന് ചോദിക്കാം. ഏതെങ്കിലും 2 എക്സാമ്പിൾ കൊടുക്കാം. ഇനി മറ്റേ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും അഡ്രസ്സിംഗ് മോഡ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാം. നമുക്കുള്ള അഡ്രസ്സിംഗ് മോഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാം. 15 മാർക്കിനാണെന്നുണ്ടെങ്കിൽ വിത്ത് എന്താണ് അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഓരോ അഡ്രസ്സിംഗ് മോഡും എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ രീതിയിലും ചോദിക്കാം. അപ്പോൾ 2 മുതൽ 15 മാർക്ക് വരെ കാണാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ആവില്ല. ഇവിടെ നിന്നുള്ള 2 മുതൽ 15 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടും, ഷുവറാണ്. സോ അഡ്രസ്സിംഗ് മോഡ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് എത്ര എണ്ണം ഉണ്ടെന്ന് പഠിക്കണം. അപ്പോൾ എത്ര അഡ്രസ്സിംഗ് മോഡ്സ് ആണ് 8051 അവൈലബിൾ ആയിട്ടുള്ളത്? എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ഓരോന്നിൻ്റെയും പേര് പഠിച്ചു വെക്കുക. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്, രജിസ്റ്റർ അഡ്രസ്സിംഗ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്, അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ്, ഇംപ്ലൈഡ് അഡ്രസ്സിംഗ്. ഓക്കെ, 6 എണ്ണത്തിൻ്റെയും പേര് പഠിച്ചു വെക്കണം. അത് നമുക്ക് എന്താണ് I³ R² D എന്നുള്ള രീതിയിലൊക്കെ പഠിക്കുക കേട്ടോ. അല്ലെങ്കിൽ DI³ R² എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഞാൻ പഠിച്ചൊരു രീതി എന്ന് പറയുന്നത് I³ R² D എന്നാണ്. I³ വരുമ്പം ഇമ്മീഡിയറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇംപ്ലൈഡ് ഉണ്ട്. ഈ 3 എണ്ണമാണ് I³ വരണത്. R വരുമ്പം രജിസ്റ്റർ അഡ്രസ്സിങ്ങും ഉണ്ട്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങും ഉണ്ട്. രജിസ്റ്ററിൻ്റെ ആണ് 2 എണ്ണം വരുന്നത്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ് D. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വെക്കാം. അപ്പോൾ 6 അഡ്രസ്സിംഗ് മോഡാണുള്ളത്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്, രജിസ്റ്റർ അഡ്രസ്സിംഗ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്, ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ്, അതുപോലെ തന്നെ എന്താണ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ്. ക്ലിയർ? ഇനി അടുത്തത് നോക്കുക. ഓരോ അഡ്രസ്സിംഗ് മോഡ്സുകളാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, വളരെ പെട്ടെന്ന്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുള്ള ഡാറ്റനെ വളരെ പെട്ടെന്ന് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ക്വിക്കായിട്ടായിരിക്കും അത് നമ്മളുടെ സ്റ്റോർ ഓർ റിട്രീവ് ചെയ്യുന്നത്. ഡാറ്റനെ സ്റ്റോർ ഓർ റിട്രീവ് ചെയ്യുന്നത് വളരെ ക്വിക്കായിട്ടായിരിക്കും, പെട്ടെന്ന് നടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഞാനിവിടെ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട് അല്ലേ? എന്താണ്? മൂവ് DPTR #1010H. ക്ലിയർ? DPTRൻ്റെ സൈസ് എത്രയാണ്? 16 ആണ് അല്ലേ? 16 ആണ്. ബാക്കിയെല്ലാം 8 ആണ് സൈസ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ 16 ബിറ്റാണ് DPTRൻ്റെ സൈസ്. അപ്പം 16 ആണ് DPTRൻ്റെ സൈസ് വരുന്നത്. സോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 1010 എന്ന് പറയുന്നത് എത്രയാണ്? 16 ബിറ്റ് ഡാറ്റയാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ചെയ്യണേ? ഈ 16 ബിറ്റ് ഡാറ്റനെ DPTRലേക്ക് സ്റ്റോർ ചെയ്യാണ് ചെയ്യുക. നമ്മളുടെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ കോഡ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഡെസ്റ്റിനേഷൻ, സോഴ്സ് എന്നുള്ള രീതിയിലാണ് വരിക. അതായത് 1010 എന്ന് പറയുന്ന ഈ ഒരു ഹെക്സാഡെസിമൽ അല്ലെങ്കിൽ 16 ബിറ്റ് വാല്യൂവിനെ DPTRലേക്ക് സ്റ്റോർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതി കഴിഞ്ഞാൽ വായിക്കേണ്ടത് എന്താണ്? കണ്ടന്റ് ഓഫ് എന്നാണ് വായിക്കേണ്ടത് അല്ലേ? കണ്ടന്റ് ഓഫ് എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? മൂവ് DPTR, 1010H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? DPTRലേക്ക് ഈ 1010H എന്ന് പറയുന്ന വാല്യൂവിനെ എന്ത് ചെയ്യാണ്?
സ്റ്റോർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ എന്ത് നടന്നു? സ്റ്റോറിങ് നടന്നു. അപ്പൊ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങിനെ പെട്ടെന്ന് എങ്ങനെയാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരാളുണ്ട്, അയാളുടെ പേരാണ് ഹാഷ്. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷനിൽ ഒരു ഹാഷ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എഴുതാം അതെന്താണ്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ആണ്. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പം ഞാൻ എഴുതിയ എക്സാമിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങിനെയും ഡയറക്റ്റ് അഡ്രസ്സിങ്ങിനെയും തിരിച്ചറിയാൻ പറ്റുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റയുടെ സോഴ്സിന്റെ ഫ്രണ്ടിലായിട്ട് എന്തുണ്ടാവും? ഒരു ഹാഷ് സിമ്പിൾ ഉണ്ടാവും. സോ ഇൻസ്ട്രക്ഷനിൽ നമ്മളൊരു ഹാഷ് സിമ്പിൾ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ച് പറയാം അതെന്താണ്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ആണ്. ആ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു ഡാറ്റേനെ അവൈലബിൾ ആക്കുകയാണ് ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു അഡ്രസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു DPTR #1010H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ബിറ്റ് ഡാറ്റ ആയിട്ടുള്ള 1010Hനെ DPTRലേക്ക് അവൈലബിൾ ആക്കുന്നു, DPTRലേക്ക് സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് DPTR അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് A എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ കണ്ടന്റ് ഓഫ് എന്നാണ് ഞാൻ വായിക്കുക. അപ്പൊ അത് അങ്ങനെ തന്നെ വായിക്കണം കേട്ടോ. സോ കണ്ടന്റ് ഓഫ് DPTR എന്തായിട്ട് മാറും? 1010. ഇവിടെ 1010 ആണ് കൊടുത്തേക്കണേ. സോ 1010H എന്നായിട്ട് മാറും. ക്ലിയർ? അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ DPTR മാറ്റിയിട്ട് എന്താക്കിയിട്ടുണ്ട്? R1 ആക്കിയിട്ടുണ്ട്. നമുക്കറിയാം നമുക്ക് എത്ര രജിസ്റ്റേഴ്സ് ഉണ്ട്? R0 മുതൽ R7 വരെ 8 രജിസ്റ്റർ ബാങ്ക്സ് ആണുള്ളത് അല്ലേ? അപ്പൊ അതില് R1 രജിസ്റ്ററിലേക്ക് 26H എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവൈലബിൾ ആക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യാ? 26H എന്ന് പറയുന്ന ഈ 8 ബിറ്റ് ഡാറ്റേനെ എവിടേക്ക് കോപ്പി ചെയ്യപ്പെടും? R1ലേക്ക് മാറ്റും. അപ്പൊ R1ലെ കണ്ടന്റ് എന്ന് പറയുന്നത് ആരായി? 26H ആയി. R1ലെ കണ്ടന്റ് ആരാണ്? 26H എന്ന് പറയാം. മനസ്സിലായോ? ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡാറ്റേനെ അവൈലബിൾ ആക്കലാണ്. ഓക്കെ, അതിപ്പം DPTRലെ വെച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് R0, R1, R3 അങ്ങനെ എത്ര വേണമെങ്കിലും പോവാം. അല്ലാന്നുണ്ടെങ്കിൽ മൂവ് A, #30H എന്ന് പറഞ്ഞു. എന്താണ്? 30H എന്ന് പറയുന്ന അല്ലെങ്കിൽ 30H എന്ന് പറയുന്ന 8 ബിറ്റ് വാല്യൂവിനെ A എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് അവൈലബിൾ ആക്കുകയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ കണ്ടന്റ് ഓഫ് A എന്ന് പറയുന്നത് എന്തായി? 30H ആയി. ക്ലിയർ? അപ്പൊ ഇത്തരത്തില് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡാറ്റനെ അവൈലബിൾ ആക്കുന്നതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്. എങ്ങനെയാണ് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ അത് ഇമ്മീഡിയറ്റ് ആണോ ഡയറക്റ്റ് ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുക? അതില് ഒരു ഹാഷ് സിമ്പിൾ ഉണ്ടാവും. സോ ഹാഷ് സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ച് പറയാം അതെന്താണ്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ആണ്. ക്ലിയർ? ഇനി അടുത്തതാണ് രജിസ്റ്റർ അഡ്രസ്സിങ്. ഇവിടെ പേരിൽ തന്നെ രജിസ്റ്റർ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ഉറപ്പിക്കാം ഇവിടെ നമ്മളുടെ കയ്യിൽ ആരേ വരത്തുള്ളൂ? R0 മുതൽ R7 വരെയുള്ള രജിസ്റ്റർ മാത്രമേ സോഴ്സിന്റെ സൈഡിൽ വരത്തുള്ളൂ. ക്ലിയർ? ഈ R0 എന്ന് പറയുന്നിടത്ത് R0 വരാം, R1 വരാം, R2 വരാം, R3 വരാം, R4 വരാം, R5 വരാം, R6 വരാം, R7 വരാം. 8 ആയില്ലേ? ഇത്രയാണ് വരത്തുള്ളൂ. ഇവിടെ എന്ത് വേണമെങ്കിൽ മാറാം. ഓക്കെ, എയും DPTRും PCയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രജിസ്റ്റർ വരാം. അപ്പൊ ഇവിടെ നോക്കുക, രജിസ്റ്റർ അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരാണ് ഉണ്ടാവുക? സോഴ്സ് സൈഡിലെ രജിസ്റ്റർ മാത്രമാണ് ഉണ്ടാവുക. R0 മുതൽ R7 വരെയുള്ള രജിസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? R0യില് ഡാറ്റ, ഈ R0യിൽ ഒരു ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റേനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്? എയിലേക്ക് കൊണ്ടുപോവാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും R0യിലെ വാല്യൂ 15H ആണ് എന്ന് പറഞ്ഞു വെച്ചു. ഓക്കെ, R0യിൽ 15H എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. അപ്പൊ കണ്ടന്റ് ഓഫ് R0 എത്രയാണ്? 15H ആണ് അല്ലെ? 15H ആണ്. ഇനി ഇവിടെ എന്താ പറഞ്ഞേക്കണത്? മൂവ് A, R0. അപ്പൊ എയിലേക്ക് R0 വരണം അല്ലെ? എയിലേക്ക് R0 വരണം. അപ്പോൾ എയിലെ വാല്യൂ R0യിലെ വാല്യൂ എന്താണ്? 15H ആണ് അല്ലെ? 15H ആണ് R0യിലെ വാല്യൂ എന്നുണ്ടെങ്കിൽ ആ 15H എവിടെ വരും? എയിൽ വരും. അപ്പൊ കണ്ടന്റ് ഓഫ് എ എന്തായിട്ട് വരും? 15H ആയിട്ട് വരും. മനസ്സിലായോ? ആ രജിസ്റ്ററിലുള്ള കണ്ടന്റിനെ, R0 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള ഡാറ്റയെ എങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാണ്? എയിലേക്ക്, അക്യുമുലേറ്ററിലേക്ക് കോപ്പി ചെയ്യാണ്. മനസ്സിലായോ? R0 എന്ന് പറഞ്ഞ രജിസ്റ്ററിലുള്ള 8 ബിറ്റ് ഡാറ്റയെ എങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാണ്? എയിലേക്ക് കോപ്പി ചെയ്യാണ്. സപ്പോസ് R0 എന്ന് പറയുന്നിടത്ത് ഞാൻ ഒരു 80H ആണ് കൊടുത്തത്. 80H എന്ന് പറയുന്ന ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ് R0ക്കകത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്ന് വെക്കുക. അപ്പൊ എങ്ങനെ വരും? കണ്ടന്റ് ഓഫ് എ
ഇസ് ഈക്വൽ ടു എന്താ കണ്ടന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? കണ്ടന്റ് ഓഫ് R0 ആണ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ കണ്ടന്റ് ഓഫ് എ എന്ന് പറയുന്നത് കണ്ടന്റ് ഓഫ് R0 എത്രയാ? 80H ആണ്. അപ്പം കണ്ടന്റ് ഓഫ് എ എത്രയായിട്ട് മാറും? 80H ആയിട്ട് മാറും. ക്ലിയർ ആയോ? ഫോർ എക്സാമ്പിൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇതിനു മുമ്പ് ഒരു സ്റ്റെപ്പിൽ മൂവ് R0 ഈസ് ഈക്വൽ ടു #12H എന്ന് എഴുതി. മൂവ് R0, #12H. ഇതെന്താ? നമ്മൾ ആദ്യം പഠിച്ച ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്. അപ്പം ഇത് പ്രകാരം എന്തായിട്ടുണ്ട്? R0യിലെ കണ്ടന്റ് എന്തായിട്ടുണ്ട്? 12H ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു സിൻടാക്സ് എഴുതാണ്. മൂവ് A, R0 എന്ന് എഴുതി. അപ്പം എന്തായി? R0യിലെ കണ്ടന്റ് എയിലേക്ക് വരണം. R0യിലെ കണ്ടന്റ് എന്താ? R0യിലെ കണ്ടന്റ് എന്താ? 12H ആണ്. അപ്പം എയിലെ കണ്ടന്റ് എന്തായിട്ട് മാറി? 12H ആയിട്ട് മാറി. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ രജിസ്റ്റർ അഡ്രസ്സിങ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ രജിസ്റ്റർ ഇവിടെ R0 മുതൽ R7 വരെയുള്ള രജിസ്റ്ററേ വരത്തുള്ളൂ. അപ്പോൾ ആ രജിസ്റ്ററിനകത്തുള്ള ഡാറ്റേനെ അക്യുമുലേറ്ററോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേറ്റർ, DPTR വരാം, അതുപോലെ തന്നെ പ്രോഗ്രാം കൗണ്ടർ വരാം. അപ്പോൾ കറസ്പോണ്ടിങ് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് സ്റ്റോർ ചെയ്യാം. ക്ലിയർ? ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. മൂവ് R7, R0. ഇവിടെ R0 എന്ന് മതി കേട്ടോ. അവിടെ എന്താ പറഞ്ഞേക്കണത്? R0യിലുള്ള ഡാറ്റേനെ എങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ്? R7ലേക്കാണ്. അപ്പം ഞാനിവിടെ നേരത്തെ സേവ് ചെയ്തിട്ടുണ്ടല്ലോ R0യിലെ കണ്ടന്റ് 12H ആയിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്, ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ട് അല്ലേ? അപ്പോൾ ആ R0യിലുള്ള വാല്യൂവിനെ നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്? R7ലേക്ക് കൊണ്ടുവരാണ്. അപ്പം എന്തായി? കണ്ടന്റിൽ R7ൽ എന്തുണ്ടായി? 12 വന്നു. ക്ലിയർ അല്ലേ? സോ ഡയറക്റ്റ് അഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. ഡയറക്റ്റ് അഡ്രസ്സിങ്ങിനകത്ത് എന്താണ്? നമ്മളിവിടെ ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ മൂവ് R7, 80H. ഇവിടെ എന്താ? 80H എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ അതൊരു ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ ആണ്. ആ ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിൽ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്? R7 എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് കൊണ്ടുപോവാണ്. മനസ്സിലായോ? 80H എന്ന് പറയുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷനകത്തുള്ള 8 ബിറ്റ് ഡാറ്റേനെ R7ലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇൻ കേസ് 80H-നകത്ത് 80H എന്ന് പറയുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു 25 ഹെക്സാഡെസിമൽ വാല്യൂ ആണെന്ന് വെക്കാം. അപ്പം R7ലെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞേക്കണത്? ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു സിൻടാക്സ് പ്രകാരം എന്താണ്? R7ലേക്ക് 80H കൊണ്ടുവരുന്നതാണ്. അപ്പോൾ 80H എന്ന് പറയുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ വാല്യൂ ആണ് കൊടുത്തേക്കുന്നത്. ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കണ്ടന്റ് ഓഫ് ആ ഒരു 80H എന്ന് പറയുന്നതാണ് ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ. ആ 80Hൽ എന്താണ്? 25H ആണ്. അപ്പോൾ R7ൽ എന്താണുള്ളത്? 25H ആണ്. ക്ലിയർ? അപ്പോൾ ഡയറക്റ്റ് അഡ്രസ്സിങ് മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ കൊടുത്തേക്കാണ്. നേരത്തെ നമ്മൾ R0 അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ ആണ് കൊടുത്തേക്കണത്. ഇനി ഇവിടെ നിന്നുള്ള മെയിൻ ഉള്ള ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങിനെയും ഡയറക്റ്റ് അഡ്രസ്സിങ്ങിനെയും തിരിച്ചറിയാം? പെട്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹാഷ് സിമ്പിൾ ഉണ്ടായിരിക്കും അല്ലേ? ഇവിടെ എന്തില്ല? ഹാഷ് സിമ്പിൾ ഇല്ല. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ മൂവ് R7, 8H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8H എന്ന് പറയുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ അകത്തുള്ള ആ ഒരു വാല്യൂവിനെ R7 എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യണത്. ഇനി ഈ ഒരു സംഭവം മൂവ് R7, #80H എന്നാണെങ്കിലോ കഥ മാറി. എന്തായി? 80H എന്ന് പറയുന്ന വാല്യൂവിനെ R7ലേക്ക് കൊണ്ടുപോകണമെന്നായി. മനസ്സിലായോ? ഇതെന്തായിരുന്നു? 80H എന്ന് പറയുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം? R7ലേക്ക് കൊണ്ടുപോകണമെന്നാണ്. ഇതോ 80H എന്ന് പറയുന്ന വാല്യൂവിനെ R7ലേക്ക് കൊണ്ടുപോകണമെന്ന്. മനസ്സിലായില്ലേ? അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ തന്നെയാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. എന്താണ്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങിൽ 80H എന്ന് പറയുന്ന വാല്യൂവിനെ R7ലേക്ക് സ്റ്റോർ ചെയ്യാണ് ചെയ്യുക ഈ ഒരു സിൻടാക്സ് പ്രകാരം. പക്ഷേ ഡയറക്റ്റ് അഡ്രസ്സിങ്ങിലാണെങ്കിലോ, ഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ എങ്ങനെയാണ്? 80H എന്ന് പറയുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റിനെ, മനസ്സിലായോ? ഡയറക്റ്റ് അഡ്രസ്സിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് പ്രകാരം 80H എന്ന് പറയുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ, അവിടെയാണ് പോയിന്റ്. 80H എന്ന് പറയുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ്
ആ 80H എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഏത് കണ്ടന്റ് ആണോ ഉള്ളത് ആ കണ്ടന്റിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്? R7ലേക്ക് കൊണ്ടുപോവാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തേക്കണത്. 90H എന്ന് പറയുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിലേക്ക് 80Hലെ വാല്യൂനെ കൊണ്ടുപോകണം. മനസ്സിലായോ? ഇനി അടുത്തത് നോക്കുക. മൂവ് 90H, 80H. ഇവിടെ എന്താ? രണ്ടും ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ ആണ് തന്നേക്കുന്നത്. നോക്കിയേ, എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 80H എന്ന് പറയുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിലുള്ള കണ്ടന്റ് അതിനെ 90H എന്ന് പറയുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകണം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കുക, 80H എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ത് വാല്യൂ? കണ്ടന്റ് ഓഫ് 80H എന്ന് പറയുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ 12 എന്ന് പറയുന്ന ഒരു ഹെക്സാഡെസിമൽ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? സേവ് ചെയ്തിട്ടുണ്ട് എന്ന് വെക്കാം. ഓക്കെ, അപ്പൊ ഈ 12Hനെയാണ് എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? 90H എന്ന് പറയുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് ഡയറക്റ്റ് അഡ്രസ്സിങ്. അപ്പൊ നോക്കുക, രജിസ്റ്ററിനകത്തല്ല, നമ്മളിവിടെ ഡയറക്റ്റ് അഡ്രസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ ആണ് വരിക. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ഹാഷ് വന്നു കഴിഞ്ഞാൽ കഥ മാറി, അത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ആവും. അത് ക്ലിയർ ആയിട്ട് നോക്കുക. സോ മനസ്സിലായല്ലോ? മൂവ് 90H, 80H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80H എന്ന് പറയുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷനകത്തെ കണ്ടന്റിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്? 90H എന്ന് പറയുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിലേക്ക് കൊണ്ടുപോവാണ്. ഇങ്ങനെ തന്നെയാണ് എഴുതി വെക്കേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ സ്ക്രീനിൽ ഏറ്റവും കുറച്ച് കാര്യങ്ങളെ എഴുതിയിട്ടുള്ളൂ. അതായത് നിങ്ങളൊരു എക്സാമിൽ ഒരു 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതേണ്ട കറക്റ്റ് കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ എഴുതി വെക്കുക. ഇനി ഇതിനകത്തുനിന്ന് കുറയ്ക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പൊ ഇത് മാക്സിമം കുറച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ ഒരു ഫുൾ നോട്ടായിട്ട് അഡ്രസ്സിംഗ് മോഡെന്ന് എഴുതി നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറാണ് 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാനും ഇങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കോൺഫിഡൻസിലാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനി ഇതിനകത്തുനിന്ന് കുറച്ച് കഴിഞ്ഞാൽ മാർക്ക് പോകും. ഞാൻ കറക്റ്റ് കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നോക്കുക, ഇതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ്. ഇനി അടുത്തതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടത്, നമുക്കിവിടെ R0യോ R1ഓ DPTRO ആണ് കമ്പൈൻ ചെയ്ത് വരിക. അതായത് നമുക്കിവിടെ ഒരു അറ്റ് ദ റേറ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഉണ്ടാവും. അപ്പൊ അറ്റ് ദ റേറ്റ് സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ച് പറയാം അതെന്താണ്? രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. ക്ലിയർ? അറ്റ് ദ റേറ്റ് സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അതെന്താണ്? രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. അപ്പൊ അവിടെ ആ ഒരു രജിസ്റ്റർ സിമ്പിൾ എന്താണ് അറ്റ് ദ റേറ്റ് സിമ്പിളിന് ശേഷം നമുക്ക് R0യോ അല്ലെങ്കിൽ R1ഓ അല്ലെങ്കിൽ DPTRO മാത്രമാണ് വരിക. കൺഫ്യൂഷൻ ആവേണ്ട സാധ്യതകൾ കുറവാണ് അതുകൊണ്ട്. സോ ഈ ഒരു അറ്റ് ദ റേറ്റിന്റെ കൂടെ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിനകത്ത് ഐദർ R0 അല്ലെങ്കിൽ R1 അല്ലെങ്കിൽ DPTR ആണ് വരിക. അപ്പൊ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, എന്താ എഴുതിയേക്കണേ? മൂവ് A, അറ്റ് ദ റേറ്റ് R0. ഇപ്പൊ R0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ എന്താണ്? 12H എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. കണ്ടന്റ് ഓഫ് R0 എന്ന് പറയുന്നത് 12H ആണ്. 12H എന്ന് പറയുന്ന എന്താണ് ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ 31H എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ഇതെന്താണ്? ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ ആണ് ഇത്. ഓക്കെ, ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ ആണ് 12H. അപ്പൊ ഇവിടെ നോക്കുക, ഞാൻ 2 വാല്യൂസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഒരു സിൻടാക്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണ സമയത്ത് എങ്ങനെ വരും? കണ്ടന്റ് ഓഫ് A എന്ന് പറയുന്നത് എന്തായിരിക്കും? R0. നമ്മൾ ഈ ഒരു മെൻഷൻ ചെയ്യാനല്ലടോ ഈ അറ്റ് ദ റേറ്റ് ഉപയോഗിക്കുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ മെൻഷനിങ്ങിന് വേണ്ടിയിട്ടാണ് അറ്റ് ദ റേറ്റ് ഉപയോഗിക്കുക. അതുപോലെ ഓർത്താൽ മതി. ഇവിടെ ആരെന്നെ മെൻഷൻ ചെയ്തേക്കാണ്? R0നെ മെൻഷൻ ചെയ്തേക്കാണ്. അങ്ങനെ പഠിക്കാനായിട്ട് ഓർത്ത് വെക്കുക. പരീക്ഷാ പേപ്പറിലൊന്നും എഴുതി വെച്ചേക്കരുത്. പഠിക്കാൻ എളുപ്പത്തിന് പറയണതാണ്. ഇവിടെ R0 എന്ന് പറയുന്ന രജിസ്റ്ററിലെ കണ്ടന്റിനെ എന്ത് ചെയ്തേക്കാണ്? മെൻഷൻ ചെയ്തേക്കാണ് എന്നുള്ളത് ഓർക്കുക. ഇവിടെ നോക്കുക, ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് 8-bit ഡാറ്റ ഇൻ ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ പോയിന്റഡ് ബൈ രജിസ്റ്റർ R0 ഈസ് കോപ്പീഡ് ടു എ രജിസ്റ്റർ. അതായത് R0 എന്ന് പറയുന്നത് എന്താ? 12H ആണ്. അപ്പൊ ഈ 12Hനെയാണ് R0യിലെ കണ്ടന്റിനെയാണ് ഇവിടെ എന്ത് ചെയ്തേക്കണത്? പോയിന്റ് ചെയ്തേക്കണത്. മെൻഷൻ എന്നുള്ളതിന് പകരം നിങ്ങൾ പോയിന്റഡ് എന്ന് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ കണ്ടന്റ് ഓഫ് എന്താണ് A എന്ന് പറയുന്നത് R0 എന്ന് പറയുന്ന രജിസ്റ്റർ ലൊക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ്. ക്ലിയർ ആണോ? R0 എന്ന് പറയുന്ന രജിസ്റ്റർ
ലൊക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പോയിന്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ്. മനസ്സിലായോ? R0 എന്ന് പറയുന്ന രജിസ്റ്ററിനെ മാത്രമേ നമുക്ക് ഇവിടെ കാണാനുള്ളൂ. പക്ഷേ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് R0 ആണോ വരിക? അല്ല. R0 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ആ മെമ്മറി ലൊക്കേഷനിൽ ഒരു കണ്ടന്റ് ഉണ്ട്. അതായത് ലൂപ്പ് ചെയ്ത് പോയേക്കാണ്. R0യിൽ ആരുണ്ട്? ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. R0 ഇങ്ങനെ വരും. അപ്പൊ ആ മെമ്മറി ലൊക്കേഷനിൽ എന്തുണ്ട്? ഒരു കണ്ടന്റ് ഉണ്ട്. അതായത് ഇവിടെ വരേണ്ടത് ആരാണ്? ഈ കണ്ടന്റിനാണ് ഇവിടെ വരേണ്ടത്. മനസ്സിലായോ? ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളുടെ അഡ്രസ്സിംഗ് മോഡിൽ വെച്ചിട്ട് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ സിമ്പിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം, R0യിൽ ഞാൻ 12H എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ടുണ്ട്. ഇനി 12H എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനിൽ ഞാൻ 31H എന്ന് പറയുന്ന ഒരു വാല്യൂ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സിൻടാക്സ് ഞാൻ ഇവിടെ എഴുതുകയാണ്, മൂവ് a,@R0. അപ്പം R0 പോയിന്റ് ചെയ്യുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റിനെ എയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ആ സെന്റൻസ്. R0 പോയിന്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റിനെ എയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട പരിപാടി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? കണ്ടന്റ് ഓഫ് എ എന്നുള്ളത് ആരാണ്? R0 പോയിന്റ് ചെയ്യുന്നതാണ് അല്ലേ? ഇങ്ങനെയാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ എഴുതുക. ഇനി കണ്ടന്റ് ഓഫ് എ എന്ന് പറയുന്നത് ഇത് മാറണം. R0യിൽ എന്താണ്? 12H ആണ് അല്ലേ? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. 12H ആണല്ലോ. ഓക്കെ. ഇനി റൈറ്റ് സൈഡിൽ നമ്മളിങ്ങനെ ചെയ്യണ സമയത്ത് റൈറ്റ് സൈഡിൽ അവസാനം ആകുമ്പോഴത്തേക്കും ഈ സ്ക്വയർ ബ്രാക്കറ്റ് മാറ്റണം കേട്ടോ. സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ലാതെ വരാൻ നോക്കണം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഒഴിവാക്കാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ട്. അപ്പൊ ഈ കണ്ടന്റ് ഓഫ് എ എന്താണ്? 12Hലെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 31H ആണ്. 31H. ക്ലിയർ ആണോ? R0 പോയിന്റ് ചെയ്യുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റിനെ എയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ. പോയിന്റ് ചെയ്യാണ്, നമ്മളൊരു മെൻഷൻ ചെയ്യുന്നത് കൂട്ടാണ് ഈ പരിപാടി. അപ്പൊ നോക്കുക, ഇവിടെ തന്നിട്ടുള്ള രജിസ്റ്റർ പോയിന്റ് ചെയ്യുന്ന ഒരു ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ആ ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. ആ ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ അല്ല, ആ ലൊക്കേഷനിൽ പോയിട്ട് ആ കണ്ടന്റ് എടുക്കണം. ഓക്കെ. അപ്പം നമ്മളുടെ പോയിന്റർ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണ സമയത്ത് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളുടെ ഇന്റർപ്രറ്ററോ കമ്പൈലർ ആണെങ്കിൽ അത് എന്ത് ചെയ്യും? ഈ ഒരു ഇൻസ്ട്രക്ഷൻ കാണുമ്പം R0യിൽ വരും. അപ്പൊ R0യിൽ വന്ന് നോക്കുമ്പം R0യിൽ ആരാ? 12H ആണ്. അപ്പൊ എന്താ പറഞ്ഞേക്കണത്? 12Hൽ പോകണം അല്ലേ? അപ്പൊ 12Hൽ പോവും. അവിടെ എന്ത് കിട്ടും? 31H കിട്ടും. ആ 31Hനെ ഇങ്ങോട്ട് കൊണ്ടുവരും, എയിലേക്ക് കൊണ്ടുവരും. അങ്ങനെയുള്ള ഒരു ജമ്പിങ് ലൂപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പം R0 ആ രജിസ്റ്റർ പോയിന്റ് ചെയ്യുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റിനെ, പല കുട്ടികളും ഈ ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിൽ വെച്ചങ്ങ് സ്റ്റക്ക് ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അഡ്രസ്സിങ് മാറി അല്ലേ? അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രജിസ്റ്റർ പോയിന്റ് ചെയ്യുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. അവിടുന്ന് ആ മെമ്മറി ലൊക്കേഷനിലുള്ള കണ്ടന്റിലേക്ക് എത്തണം. ആ കണ്ടന്റിനെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഓർത്ത് പഠിക്കണം. അതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്. ഇനി അടുത്തത് അതിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്. രജിസ്റ്റർ എ ഈസ് കോപ്പീഡ് ടു ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ പോയിന്റഡ് ബൈ രജിസ്റ്റർ R1. ഓക്കെ. അപ്പോൾ R1 പോയിന്റ് ചെയ്തിട്ടുള്ള ഇന്റേണൽ മെമ്മറി ലൊക്കേഷനിലേക്ക് എയിലെ വാല്യൂവിനെ കോപ്പി ചെയ്യും. തിരിച്ചു വന്നതാണ് കണ്ടോ? ഇത് തിരിച്ച് ഡാറ്റനെ സ്റ്റോർ ചെയ്തതാണ് കാണിച്ചത് കേട്ടോ. അത് രണ്ടും എഴുതി പഠിക്കുക. ഇത്രയേ ഉള്ളൂ. രജിസ്റ്റർ പോയിന്റ് ചെയ്യുന്ന ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ഈ ഒരു സെന്റൻസ് കാണണോ അതിൽ? ഓക്കെ. ദെൻ അടുത്തതാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ്. എക്സ്റ്റേണൽ കോഡ് അഡ്രസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണെന്നുള്ള ചോദ്യം വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 മാർക്കിന് എഴുതേണ്ടതാണ്. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് എന്താണെന്ന് എഴുതണം, അതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതണം. സോ ഇവിടെ നമുക്ക് A+DPTR അല്ലെങ്കിൽ A+PC ആണ് വരിക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും, ഒരു @ സിമ്പലും ഒരു പ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് ആണ്. അതായത് കണ്ടന്റ് ഓഫ് അഡ്രസ് പോയിന്റഡ് ബൈ A+DPTR ഇസ് കോപ്പീഡ് ടു രജിസ്റ്റർ എ. അതായത് DPTRനകത്ത് നമ്മൾ 10 എന്നുള്ള വാല്യൂ കൊടുത്തു, അതിൻ്റെ കൂടെ എയിൽ നമ്മളൊരു 15 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ഇത് രണ്ടും സമ്മ ചെയ്ത് കിട്ടുമ്പോൾ ഒരു മെമ്മറി ലൊക്കേഷൻ കിട്ടുമല്ലോ.
ആ ലൊക്കേഷനിലേക്ക് ആ ലൊക്കേഷനിലെ കണ്ടന്റിനെ എയിലേക്ക് കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ. എക്സ്റ്റേണൽ മെമ്മറി, എക്സ്റ്റേണൽ കോഡിംഗ് ആണ് വരുന്നത്. സോ അറ്റ് ദ റേറ്റ് അതിൻ്റെ കൂടെ തന്നെ ഒരു പ്ലസ് സിമ്പലും കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് ആണ് അത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് DPTR വെച്ചിട്ടുള്ളതും PC വെച്ചിട്ടുള്ളതുമാണ് എഴുതിയേക്കുന്നത്. അതായത് ഇവിടെ വാല്യൂസ് കൊടുക്കണം. DPTRൽ ഒരു 10 കൊടുത്തു, എയിലൊരു 25 കൊടുത്തു. ഇത് സമ്മ് ചെയ്ത് കിട്ടുന്ന ആ ഒരു കണ്ടന്റിൻ്റെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ക്ലിയർ? അതാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ്. മറ്റതാണ് ഇംപ്ലൈഡ് അഡ്രസ്സിങ്. ഒറ്റ ഓപ്പറൻറ്റ് മാത്രമാണ് ഇതിനുണ്ടാവുള്ളൂ. അതായത് കോംപ്ലിമെൻറ്റ്, റൊട്ടേറ്റ് റൈറ്റ്, റൊട്ടേറ്റ് ലെഫ്റ്റ്, സ്വാപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക. ഓക്കെ, അപ്പോൾ ഇൻ ദി ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് ദർ വിൽ ബി എ സിംഗിൾ ഓപ്പറൻറ്റ്. ഒരൊറ്റ ഓപ്പറൻറ്റ് മാത്രമുള്ള അഡ്രസ്സിങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് ആണ്. കോംപ്ലിമെൻറ്റ് കാണുക, റൊട്ടേറ്റ് ലെഫ്റ്റ്, റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ്, റൊട്ടേറ്റ് അക്യുമുലേറ്റർ റൈറ്റ്, സ്വാപ്പ് ക്യാരി, സ്വാപ്പ് അക്യുമുലേറ്റർ, അങ്ങനെയുള്ള ഒറ്റ ഓപ്പറൻറ്റ് മാത്രം വരുന്നതാണ് എന്ത്? ഇംപ്ലൈഡ് അഡ്രസ്സിംഗ്. അപ്പോൾ ഓരോ അഡ്രസ്സിങ്ങും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ആണെങ്കിൽ ഒരു ഹാഷ് സിമ്പൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. രജിസ്റ്റർ അഡ്രസ്സിംഗ് ആണെങ്കിൽ നമുക്ക് R0 മുതൽ R7 വരെയുള്ള രജിസ്റ്റേഴ്സ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. മറ്റതാണെങ്കിൽ ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻസ് ആണ് കാണിക്കുക, കൂടെ ആരുണ്ടാവില്ല, ഹാഷ് ഇല്ല അല്ലേ. അതാണ് ഡയറക്റ്റ് അഡ്രസ്സിങ് വരുന്നത്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണെങ്കിൽ അറ്റ് ദ റൈറ്റ് സിമ്പിൾ ഉണ്ടായിരിക്കും. ഇനി മറ്റതാണെങ്കിൽ ഇൻഡെക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ അറ്റ് ദ റേറ്റും ഉണ്ടായിരിക്കും, പ്ലസ്സും ഉണ്ടായിരിക്കും. പ്ലസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ DPTR അല്ലെങ്കിൽ PCO ആണ് വരിക. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് വരിക. ഇനി ഇംപ്ലൈഡ് ആണെന്നുണ്ടെങ്കിൽ 1 ഓപ്പറൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോന്നും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള രീതിയും കൂടെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള അത്രയും കാര്യങ്ങളും തന്നെ എഴുതി വെക്കുക. 2 മാർക്ക് മുതൽ 15 മാർക്കിന് വരെ ചോദിക്കുന്നതാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എഴുതി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫുൾ മാർക്ക്, ഓൾമോസ്റ്റ് എന്നല്ല മുഴുവൻ മാർക്കും കിട്ടുന്നതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു. അടുത്തൊരു ടോപ്പിക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.